ഈ എ വിജയരാഘവന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാലത്തിനനുസരിച്ച് ബുദ്ധി വികസിക്കാത്ത അല്ലെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ, ഇത് ഒരുപക്ഷെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കൂ, എന്തിനാ എല്ലാവരും കാറിൽ പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഈ കാറുള്ളവരെല്ലാവരും ഒരുപക്ഷെ ബൂർഷകളാണ് എന്നുള്ള ഒരു വികല ബുദ്ധിയോടുകൂടിയാണോ എ വിജയരാഘവൻ പ്രതികരിച്ചത് എന്ന് നമുക്ക് ന്യായമായും സംശയം തോന്നാം. ഇത്തരത്തിലുള്ള പ്രതികരണം കൂടുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെയെല്ലാം നിയമം ലംഘിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കോളൂ എന്നുള്ള ആഹ്വാനമല്ലേ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ വിജയരാഘവൻ സഖാവ് നമ്മളെ പോലെ അല്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. ബുദ്ധിജീവികൾ സാധാരണ മനുഷ്യർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബുദ്ധിജീവികൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവരെ നമ്മൾ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നത്. വിജയരാഘവൻ വെറും ബുദ്ധിജീവിയല്ല, അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ എന്ന് വെച്ചാൽ പാർട്ടിയുടെ പരമാധികാര സമിതിയാണ്, പരമോന്നത സമിതിയാണ്, പരമാധികാര സമിതിയാണ്. പാർട്ടിക്ക് ഇനി ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വിജയരാഘവൻ ഇവിടെ സ്റ്റാലിന്റെയോ അല്ലെങ്കിൽ മൊളാട്ടോവിന്റെയോ ഒക്കെ പോസ്റ്റിൽ ഇരിക്കേണ്ട ആളാണ്. നിങ്ങളങ്ങനെ മാധ്യമ പ്രവർത്തനം വെച്ചാൽ അദ്ദേഹത്തെ കുറച്ച് സംസാരിക്കാനങ്ങളിൽ ഇല്ലാണ്ട് കേരളത്തിലും പാർട്ടി ഏതാണ്ട് ആ രൂപത്തിലാക്കിയെടുക്കണം എന്ന് ഇദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ട്. ഞാൻ പറയാൻ വന്നതല്ല. സത്യം പറഞ്ഞാൽ വിജയരാഘവന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. എന്തിനാണ് എല്ലാവരും കാറിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത്? പക്ഷേ ഈ വഞ്ചിയൂർ കോടതിയുടെ മുമ്പിൽ നടത്തിയ പാർട്ടിയുടെ സമ്മേളനം, ഏരിയ സമ്മേളനം പോലെ ഒന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് പന്തലിട്ട് നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കാക്കത്തുള്ളായിരം അകമ്പടി വാഹനങ്ങൾക്കും ആംബുലൻസിനും ഫയർ എഞ്ചിനും ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോയാൽ അത് കുഴപ്പം. ഈ വയസ്സുകാലത്ത് നടക്കുന്നത് നല്ലതല്ലേ? ആരോഗ്യത്തിന് നടത്തം പോലെ നല്ലൊരു വ്യായാമം വേറെ എന്താ ഉള്ളത്? അതുപോലെ ബാക്കി മന്ത്രിമാരൊക്കെ അതിൻ്റെ അടുത്തുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. അവരൊക്കെ ഇറങ്ങി നടക്കട്ടെ, ആരോഗ്യത്തിന് നല്ലതല്ലേ? എല്ലാവരും കാറി പോകണം, എല്ലാ ദിവസവും കാറി പോകണം എന്ന് പറയുന്നതിനാ? ഇവര് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച കാറൊന്നും അല്ലല്ലോ, പൊതുഖജനാവിൽ നിന്ന് എടുത്ത കാർ. പാർട്ടിയും അധികാരവും ഒക്കെ ഉള്ളവർക്കുള്ള പ്രിവിലേജ് സാധാരണക്കാരനില്ലല്ലോ. അതുകൊണ്ടല്ലേ അവൻ നടന്നു പോയാൽ പോരെ, അവൻ എന്തിനാണ് അമ്മായിമ്മയുടെ വീട്ടിൽ പോകുന്നത്, അവൻ എന്തിനാണ് സല്ലപിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ നാട്ടുകാരുടെ മുഖത്തൊക്കെ ചോദിക്കാൻ കഴിയുന്നത്. അല്ല, ഞാൻ ഇത് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വിജയരാഘവന്റെ ഭാര്യ ബിന്ദു ടീച്ചർ നമ്മുടെ ഖജനാവിലെ കാശെടുത്തല്ലേ? ഞാനും നിങ്ങളൊക്കെ ടാക്സ് കൊടുക്കുന്ന കാശെടുത്ത് ആ കാറിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് പെട്രോൾ അടിച്ച് പോലീസുകാർക്ക് ഗൺമാൻ അകമ്പടി വാഹനമൊക്കെ ഇട്ട് PPP അടിച്ചു പോണേ എന്തിനാ? ടീച്ചർക്ക് നടന്നു പോയിക്കൂടെ? ടീച്ചർക്ക് നടന്നു പോകാനുള്ള ആരോഗ്യമില്ലേ? മറ്റേ മുഖ്യമന്ത്രി മറ്റുള്ളവരൊക്കെ പിന്നീട് നടന്നാൽ മതി. ഒറ്റ ദിവസം ബിന്ദു ടീച്ചർ നടന്ന് സെക്രട്ടേറിയറ്റ് വരെ പോയി നമുക്കൊരു മാതൃക കാണിക്കട്ടെ. പുള്ളി വീട്ടിൽ പോയിട്ട് ആദ്യം ഭാര്യ ഉപദേശിക്കട്ടെ, പ്രിയപ്പെട്ട ബിന്ദു സഖാവി, ഇന്ന് മുതൽക്ക് നീ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോകും എന്ന് പറഞ്ഞാൽ ടീച്ചർ കേൾക്കില്ലേ? തീർച്ചയായിട്ടും കേൾക്കും, അനുസരിക്കും. അപ്പൊ വിജയരാഘവൻ സഖാവിന് ഒരു മാതൃക കാണിക്കാൻ പറ്റും. നല്ലവരായ നാട്ടുകാരെ, മന്ത്രിമാരെ, ഇന്ന് മുതൽക്ക് നിങ്ങൾ നടന്നു പോകുകയും. അപ്പോൾ കാരണം പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കലാപരിപാടികൾ ഒപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഗതാഗത തടസ്സം ഉണ്ടാകും. അപ്പൊ കാർ എടുത്ത് പോകുന്നവർക്ക് ബുദ്ധിമുട്ടാകും. ആ തടസ്സം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പാർട്ടിയോട് സഹകരിക്കുവിൻ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അദ്ദേഹം ആദ്യം ബിന്ദു ടീച്ചർ ഒരു മാതൃക കാണിക്കട്ടെ, പിന്നെ പാർട്ടിക്കാരായ മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസ് മുതൽക്കുള്ളവർ കാണിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു ഇളവ് കൊടുക്കുക, കാരണം അദ്ദേഹത്തിന്റെ പ്രായാധികമുണ്ട്, അനാരോഗ്യമുണ്ട്, പിന്നെ ബുദ്ധിക്ക് ചില സമയത്ത് തകരാറ് കാണിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം. ബാക്കിയുള്ളവരെ ഒരു മാതൃക കാണിക്കും. ചെറുപ്പക്കാരായ മന്ത്രിമാർ വീണ ജോർജ്, അതുപോലെ മുഹമ്മദ് റിയാസ്, ഇവരൊക്കെ ഒരു മാതൃക തുടക്കത്തിൽ കാണിക്കട്ടെ. പിന്നെ സജി ചെറിയാൻ, അത് കഴിഞ്ഞ് വാസവൻ, അങ്ങനെ അബ്ദുറഹ്മാൻ, ഓരോരുത്തരോരുത്തരായിട്ട് മാതൃക കാണിച്ച് അത് നല്ലൊരു മാതൃകയായിരിക്കും. തിരുവനന്തപുരത്തുകാർക്ക് നല്ല ഒരു അവസരമായിരിക്കും. മാത്രമല്ല ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തന്നെ ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലാണ്ട് അനവധി കാറുകൾ, അതിൽ തന്നെ കറുത്ത കാറിൽ മുഖ്യൻ, പുറകിൽ വെളുത്ത ആംബുലൻസിൽ മെഡിക്കൽ ടീം, പിന്നെ പോലീസ്, പട്ടാളം, തുപ്പാക്കി, പീരങ്കി, പാറ്റൻ ടാങ്ക്, ഇതൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, നടന്നു പോയിക്കൂടെ? അങ്ങനെ മാതൃക കാണിക്കട്ടെ. മാതൃക അവര് മാത്രം, നമ്മൾ പൊതുജനങ്ങൾ മാതൃക കാണിച്ചാൽ പോരല്ലോ. അതുപോലെ പാർട്ടി നേതാക്കന്മാരും പോലെ തന്നെ ഗോവിന്ദൻ മാഷ് താമസിക്കുന്ന പാർട്ടി ഫ്ളാറ്റിൽ നിന്ന് റോഡ് മുറിച്ച് നടന്നാൽ AK സെന്ററിലെത്തും. അപ്പൊ കാറ് ഉപേക്ഷിക്കാം. അങ്ങനെ കാറ് എന്ന് പറഞ്ഞ സ്ഥാനം തന്നെ ഉണ്ടാക്കുക. ജനകീയ ചൈനയിൽ എല്ലാവരും സൈക്കിളിലല്ലേ യാത്ര? ഇവിടെ സൈക്കിൾ പോലും വേണ്ട, നമുക്ക് കാൽനടയായിട്ട് പോയാൽ മതി. ഈ പണ്ട് നമ്മളൊക്കെ നടന്നല്ലേ പോയത് എന്നാണ് കുന്നംകുളത്ത് എ വിജയരാഘവൻ ചോദിച്ചത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് A ജയശങ്കർ, ഇവർക്കൊക്കെ ഈ കട്ടൻ ചായയും പരിപ്പോടയും മാത്രം മതിയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും എന്ന് ചോദിച്ചത് EP ജയരാജനാണ്. അപ്പൊ ഇവർക്കൊക്കെ കാലാനുസൃതമായി മുന്നോട്ട് പോകാം. നാട്ടുകാരുടെ
അവർക്ക് ജാഥ നടത്താനും നാട്ടുകാർക്ക് റോഡിൽ കൂടി പോകാനും ഒരേ സൗകര്യവും ഒരേ നിയമവുമാണുള്ളത് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതല്ലേ? അല്ല, അതില് സാമാന്യ ബുദ്ധിയുടെ പ്രശ്നമൊന്നുമില്ല. സാമാന്യ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടുള്ള ഇവരൊക്കെ ഈ സ്ഥാനത്ത് ഇരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ അസംബന്ധം പറയില്ലെന്ന് മാത്രമല്ല ഈ പാർട്ടിയുടെ നേതാവായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി. വിജയരാഘവനെ പോലെയുള്ള പ്രതിഭാശാലികളാണല്ലോ ഇപ്പൊ പാർട്ടിയെ നയിക്കുന്നത്. പണ്ടാരൊക്കെയായിരുന്നു രാമമൂർത്തി, ബസവ പുന്നയ്യ, VT രണദിവേ, EMS നമ്പൂരിപ്പാട്, അതിനു മുമ്പ് PC ജോഷി, അജയ് ഘോഷ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് വിജയരാഘവൻ, അതുപോലെ ഇളമരം കരീം, ഇത് പിന്നെ ജോൺ ബ്രിട്ടാസ്, ഇങ്ങനെയുള്ള ബുദ്ധിജീവികളും. അപ്പൊ ബുദ്ധിജീവികൾ വരുമ്പോ സംഗതി കുറച്ച് മാറ്റം വരും. കാരണം PC ജോഷിയുടെ കാലമല്ല ഇത്, അല്ലെങ്കിൽ ബസവപൂരിന്റെ കാലമല്ല, അജയ് ഘോഷിന്റെ കാലമല്ല, നമ്പൂരിപ്പാടിന്റെ കാലമല്ല. പണ്ടൊക്കെ ഈ നമ്പൂരിപ്പാട് അദ്ദേഹത്തിന് ഭാഗം കിട്ടിയ വസ്തു വിറ്റ് പാർട്ടിക്ക് കൊടുക്കരുത്. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയെ വിറ്റ് സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് ചെയ്തു. അപ്പൊ ആ വ്യത്യാസമുണ്ട്, കാലം മാറും. മാറ്റത്തിന് മാത്രമാണ്. ഞങ്ങളോട് സംസാരിച്ചതിന്